ഹലോ ഗൈസ്, ഇന്ന് ഞാൻ അഗെയിൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഞാനൊരു ചെറിയ വെക്കേഷനിലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാഞ്ഞത്. പക്ഷെ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് ഒരു സർപ്രൈസുമായിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്താണെന്ന് പറയട്ടെ, ഗൂഗിളിന്റെ പിക്സൽ 6 Pro. ഈ ഫോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ഗൂഗിൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഫോണിനെ നമുക്കൊന്ന് പരിചയപ്പെടാം, ഇതിന്റെ അൺബോക്സിങ്ങും അതുപോലെ ഇതിന്റെ ഒരു ഹാർഡ്വെയർ ഡീറ്റെയിൽസും. സോ ലെറ്റ് us start the video. അപ്പോൾ ഇതാണ് ഗൂഗിൾ പിക്സൽ 6 Proയുടെ ബോക്സ്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഫാഷനായ വളരെ സ്ലിം ആയിട്ടുള്ള ബോക്സുകളാണ് ഗൂഗിളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിക്സൽ 6 Pro ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോണിന്റെ ഒരു ബാക്ക് സൈഡ് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, ഇതിന്റെ കളർ എന്ന് പറയുന്നത് ക്ലൗഡ് വൈറ്റ് ആണ്. ഇത് 128 GB സ്റ്റോറേജ് ആണ് ഈ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗൂഗിൾ ആണെങ്കിൽ ഒരു 256 GB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ 512 GB സ്റ്റോറേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 128 GB ആണ് ഇതിന്റെ ഇന്റർണൽ സ്റ്റോറേജ്. ഇത് ക്ലൗഡ് വൈറ്റ് ആണ് കളർ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇവിടെ കാണാം, ഇത് ഫോണാണ്. നമുക്ക് ഈ ഫോൺ ഇങ്ങോട്ട് ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായി ബോക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബുക്ക്ലെറ്റ്സും ആണ്. നമുക്കിവിടെ കാണാം ഒരു ബുക്ക്ലെറ്റും അതുപോലെ ഒരു സിം ഇജക്ടർ ടൂളും ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് USB Type-C കേബിളാണ്. അതുപോലെ ഒരു OTG അഡാപ്റ്ററും നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിൾ ഇതിൻ്റെ കൂടെ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ഇത്രയുമാണ് ഈ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൺ, കുറച്ച് ബുക്ക്ലെറ്റ്സ്, പിന്നെ ഒരു USB Type-C കേബിൾ, പിന്നെ ഒരു OTG അഡാപ്റ്റർ. പക്ഷേ ഗൂഗിൾ ഈ ഒരു ബോക്സിന്റെ കൂടെ പവർ അഡാപ്റ്റർ, ഫോൺ ചാർജ് ചെയ്യുന്ന പവർ അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ്. പല കമ്പനികളും ഇത് റിമൂവ് ചെയ്തു. ആപ്പിൾ ആദ്യം തുടങ്ങി, അതുപോലെ സാംസങ്, ഇപ്പോൾ ഗൂഗിളും പവർ ബ്രിക്സ് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അത് എല്ലാവരും ഓർത്തിരിക്കണം. നമുക്ക് ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്, പക്ഷേ പവർ ബ്രിക്സ് ഇതിന്റെ കൂടെ തരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ ഇതിന്റെ ഹാർഡ്വെയർ എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഗൂഗിളിന്റെ പിക്സൽ 6 Pro. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വെരി നൈസ്. അതായത് നമ്മുടെ കയ്യിൽ ഇതിന്റെ ഒരു ഫീൽ ഈസ് വെരി നൈസ്. ഈ ഫോൺ ഇച്ചിരി വലുതാണ്. നമുക്കറിയാം, സാംസങ്ങിന്റെ ഒക്കെ ഫോണിന്റെ കൂട്ട് വലിയ ഫോണാണ് ഇപ്പോൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ പിക്സൽ 5-നകത്ത് ഒരു ചെറിയ ഫോണാണ്, അതായത് 6 ഇഞ്ച് ഫോണാണ് പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ഇത് 6.71 ഇഞ്ച് സ്ക്രീൻ ഉള്ള ഒരു ഫോണാണ് ഗൂഗിൾ ഈ പ്രോയുടെ കൂടെ പറഞ്ഞത്. ഈ പ്രോ കൂടാതെ ഗൂഗിളിന്റെ നോർമൽ പിക്സൽ 6ഉം അവൈലബിൾ ആണ്. പക്ഷേ ഗൂഗിളിന്റെ ഇപ്രാവശ്യത്തെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പിക്സൽ 6 Pro ആണ്. നമുക്ക് ഇതിന്റെ ഹാർഡ്വെയർ എന്ന് നോക്കാം. ആദ്യം ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കർവ് ഗ്ലാസ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6.71 ഇഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 1440x3120 പിക്സൽ റെസൊല്യൂഷൻ, അതായത് ക്വാഡ് HD സ്ക്രീൻ ആണ്. വളരെ മനോഹരമായ സ്ക്രീനാണ്. നമുക്ക് കാണാം ഇവിടെ ഒരു പഞ്ച് ഹോൾ ക്യാമറയും ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബസൽസ് ഒക്കെ വളരെ തിന്നാണ്. നമുക്കിനിയും ഇതിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ആണ്. നമുക്ക് കാണാം ഇതിന്റെ വൈറ്റ് ഒരു മാറ്റി ടൈപ്പ്, അതായത് ഇതിന്റെ ഒരു അത്ര മാറ്റി ടൈപ്പ് ആണ് ഗൂഗിൾ പ്രൊവൈഡ്, ഒരു ഗ്ലേസിംഗ് ടൈപ്പ് അല്ല, മാറ്റി ടൈപ്പ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ കാണാം ഇതിന്റെ ക്യാമറ മോഡ്യൂൾ, ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എല്ലാം ഈ ഒരു സൈഡിൽ, അതായത് ആപ്പിളിന്റെ ഐഫോണിന്റെ കൂടെ സൈഡിലായിട്ടാണ് ഗൂഗിൾ ക്യാമറ നോർമലി എല്ലാ ഫോണിലും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് വളരെ ട്രെൻഡി ആയിട്ടുള്ള, വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ടോട്ടലി ഡിഫറെന്റ് അപ്രോച്ചാണ് ഗൂഗിൾ ഈ ഒരു ക്യാമറ മോഡ്യൂളിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാം ഒരു ചെറിയ ബംപ് ഉണ്ട് ഈ രണ്ട് സൈഡിലും, നിങ്ങൾക്ക് കാണാം ഇവിടെ. പക്ഷേ നമുക്ക് ഈ ഫോൺ നേരെ ഈ ഡെസ്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാം ഇതിങ്ങനെ മൂവ് ചെയ്യത്തില്ല. ബിക്കോസ് അതിന്റെ ഒരു ബാർ, ഒരു കംപ്ലീറ്റ് ബാർ ആയതുകൊണ്ട് ഈ ഫോൺ നമുക്ക് കാണാം ഇങ്ങനെ മൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊരു വളരെ നല്ല ഡിസൈനാണ്. ഈ ക്യാമറ ബമ്പിന് വളരെ യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഗൂഗിൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വൈറ്റ് ഫോണും അതിനോട് ഒരു ബ്ലാക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗൂഗിൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 3 ക്യാമറയാണ് ഗൂഗിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു 50 മെഗാ പിക്സൽ ക്യാമറയാണ്, 1.9 അപ്പച്ചർ ഉള്ള ക്യാമറയാണ്, ഒരു 25mm വൈഡ് ആയിട്ടുള്ള ക്യാമറയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉള്ള ഒരു ക്യാമറയാണ് ഫസ്റ്റ് വൺ. അടുത്തതെന്ന് പറയുന്നത് 48 മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറയാണ്. ഇത് ടെലിഫോട്ടോ ക്യാമറയാണ്. നമുക്കിവിടെ കാണാം ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 4x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഒരു 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 3 ക്യാമറയാണ് ഗൂഗിൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് കണ്ടത്, അതായത് ഗൂഗിളിന്റെ ആദ്യമായിട്ട് പിക്സൽ ഫോൺ അവരുടെ ക്യാമറാസ് റീവാമ്പ് ചെയ്തിരിക്കുകയാണ്. പിക്സൽ 5 വരെ, അതായത് പിക്സൽ 1 തൊട്ട് പിക്സൽ 5 വരെ അവർ യൂസ് ചെയ്ത സെയിം ക്യാമറ മൊഡ്യൂൾ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പിക്സൽ 6ൽ ഗൂഗിൾ ടോട്ടലി ക്യാമറ അവർ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ഡ്യുവൽ LED ഫ്ലാഷ് നമുക്കിവിടെ കാണാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലേസർ ഓട്ടോ ഫോക്കസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ വളരെ പവർഫുൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതായത് ഗൂഗിളിന്റെ ഈ ഒരു പവർഫുൾ ഹാർഡ്വെയറും അതുപോലെ ഗൂഗിളിന്റെ സോഫ്റ്റ്വെയറോട് ചേരുമ്പോൾ ക്യാമറ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് നമുക്ക് കാണാം. ഇവിടെ കാണാൻ ഒരു ഗൂഗിളിന്റെ ഒരു ലോഗോ, ഒരു G ലോഗോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഇതിന്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഗൂഗിൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സൈഡിൽ അലൂമിനിയം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം ഒരു ചെറിയ അലൂമിനിയം ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ കൂടെ നമുക്ക് കാണാം ഒരു ചെറിയ ഈ ഒരു വൈറ്റ് പാർട്ട് നമുക്കിവിടെ കാണാം, ഈ അലൂമിനിയം റിങ്ങിന്റെ ഇവിടെ. ഇത് ആന്റിന ബാൻഡ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അലൂമിനിയം സൈഡ്, ഈ ഒരു ഫുൾ സൈഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു സൈഡിൽ കാണാം ഇവിടെ ഒരു വോളിയം റോക്കർ ബട്ടൺ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മേളിലായിട്ട് നമുക്ക് കാണാം ഒരു പവർ ബട്ടൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ സിം കാർഡ് സ്ലോട്ട് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ സിം ആണ്. അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ സിമ്മും യൂസ് ചെയ്യാം. ഈ സിം ഉണ്ട്, അതുപോലെ ഒരു സിംഗിൾ സിമ്മും. ഇത് എക്സ്പാൻഡബിൾ അല്ല ഈ ഫോൺ. അപ്പോൾ ഈ സൈഡിൽ ഇത് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ആന്റിന ബാൻഡ്സ് നമുക്ക് കാണാം. ഇവിടെ ആന്റിന ബാൻഡ്സ് ഉണ്ട്. ഇനിയും ഇതിന്റെ ഡൗൺ പോർഷന് വരുവാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് ഗൂഗിൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ USB Type-C പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പ് പാർട്ടിൽ ഒരു ആന്റിന ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഐക്യാച്ചിയാണ്, ടോട്ടലി ഡിഫറെന്റ്, ടോട്ടലി യുണീക്ക് എന്ന് വേണം നമുക്ക് പറയാം. ഇതിന്റെ ഡിസൈൻ ഓൾമോസ്റ്റ് 210 ഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റ്. അപ്പോൾ ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരു ഫോണാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ക്യാമറ കട്ടൗട്ട് ഉണ്ട്. ഈ ക്യാമറ എന്ന് പറയുന്നത് 11.1 മെഗാ പിക്സൽ ആണ്. അതും ഓട്ടോ HDR 4K ഒക്കെ സപ്പോർട്ടുള്ള ഒരു ക്യാമറയാണ് ഗൂഗിൾ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി ഗൂഗിൾ ക്യാമറ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഇതിന്റെ സ്ക്രീനിനെ പറ്റി ഞാൻ പറഞ്ഞു. 6.71 ഇഞ്ച് ആണ് ഇതിന്റെ സ്ക്രീൻ എന്ന് ഞാൻ പറഞ്ഞു. LTPO AMOLED സ്ക്രീൻ ആണ്. അതായത് പവർ സേവിങ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾക്കെല്ലാം LTPO AMOLED സ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഒത്തിരി പവർ സേവിംഗ് ആണ്. അപ്പം ഇത് 120 Hz ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന HDR10+ സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ സ്ക്രീനാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ക്വാഡ് HD സ്ക്രീനാണ്. 1440x3120 പിക്സൽ റെസൊല്യൂഷനുള്ള, അതായത് 512 ppi ഡെൻസിറ്റി ഉള്ള വളരെ മനോഹരമായ ഒരു AMOLED സ്ക്രീനാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്യുന്നത്. എല്ലാം കൊണ്ടും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആണ് ഗൂഗിൾ ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാം പിക്സൽ 6 Pro ഇതിന്റെ വേർഷൻ എന്ന് പറയുന്നത് Android 12 ആണ്. അപ്പോൾ Android 12നെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് എന്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഡിഫറൻസ് ആണ് ഗൂഗിൾ ഈ Android 12 വരുത്തിയിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രീനാണ്. 120 Hz ഡിസ്പ്ലേ ആണ്. ഞാൻ പറഞ്ഞു വളരെ സ്മൂത്ത് ആണ്. അതുപോലെ ഗൂഗിൾ ഇപ്രാവശ്യം ഇതിന്റെ ചിപ്പ് സെറ്റ് യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ അല്ല, ഗൂഗിളിന്റെ ഓൺ ചിപ്പ് സെറ്റ് ആണ്. ഗൂഗിളിന്റെ ടെൻസർ എന്ന് പറഞ്ഞ 5 നാനോമീറ്റർ ഉള്ള ഒരു ചിപ്പ് സെറ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ എല്ലാ പ്രാവശ്യവും സ്നാപ്ഡ്രാഗൺ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം സ്നാപ്ഡ്രാഗൺ വിട്ടിട്ട് ഗൂഗിൾ അവരുടെ ഓൺ ചിപ്പ് സെറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഗൂഗിളിന്റെ ടെൻസർ ചിപ്പ്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്പാണ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഗൂഗിൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ കാരണം ഗൂഗിൾ പറയുന്നത് അവരുടെ ഓൺ ചിപ്പ് ആയതുകൊണ്ട് ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ ഇതിന്റെ ഒപ്റ്റിമൈസേഷനും എല്ലാം ഗൂഗിളിന് തന്നെ കൺട്രോൾ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട്
എത്രമാത്രം ഇത് ലോങ് റണ്ണിൽ ഈ ഒരു ചിപ്പ് പെർഫോം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞു 128GB ആണ് ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു. 12GB റാം ആണ് ഈ ഒരു ഫോണിനകത്ത് ഉള്ളത്. അപ്പോൾ 128GB 12GB റാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് 2 വേർഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ. ഒരു 256GB വെർഷനും ഉണ്ട്, അതുപോലെ 512GB വെർഷനും ഉണ്ട്. പക്ഷെ എല്ലാ ഫോണുകൾക്കും ഈ ഒരു എല്ലാ ഫോണുകൾ വെർഷനും 12GB റാം ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് മാറ്റമില്ല. അതുപോലെ നമുക്കിവിടെ കാണാം മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഫോണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫോണിന്റെ സ്പീക്കേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പോയാൽ അറിയാം. ഇവിടെ പോയി നമുക്ക് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. ഞാനിപ്പോൾ ഫുൾ വോളിയമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് റിംഗ് ടോൺ എടുത്ത് നോക്കാം ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. പിക്സൽ സൗണ്ട്. വളരെ നല്ല സൗണ്ടാണ് ഗൂഗിൾ ഈ ഒരു ഫോണിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് ഗൂഗിൾ ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഗൂഗിൾ ബാക്ക് സൈഡിൽ അവരുടെ ഫിംഗർ പ്രിന്റ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ട്രെൻഡായ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രോക്സിമിറ്റി സെൻസർ, കോമ്പസ്, ബാരോമീറ്റർ എല്ലാം ഗൂഗിൾ ഈ ഫോണിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പിക്സൽ 6 Pro 5003 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ പിക്സൽ 5 4000 mAh ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വലിയ ഫോണാണ്, അപ്പോൾ അതുകൊണ്ട് ക്വാഡ് എച്ച് ഡി സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് 5003 mAh സ്ക്രീൻ നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഫാസ്റ്റ് ചാർജ് 30 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജ് ആണ്. അതായത് 50% 30 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ആവും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജാണ് ഈ ഒരു ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ചാർജർ ഞാൻ പറഞ്ഞു ഇതിന്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജ് 23 വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ റിവേഴ്സ് വയർലെസ് ചാർജും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബഡ്സും കാര്യങ്ങളും എല്ലാം ഇത് റിവേഴ്സ് ആക്കിന്റെ ബാക്ക് സൈഡിൽ ചാർജ് ചെയ്യാം. അതുപോലെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഇത് ക്ലൗഡ് വൈറ്റ് ആണ്. ഇതിന്റെ കൂടാതെ ഒരു സോട്ട സണ്ണി എന്ന് പറഞ്ഞു, അതുപോലെ സ്റ്റോമി ബാക്ക് എന്ന് പറഞ്ഞ ടോട്ടൽ 3 കളേഴ്സ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ വളരെ മനോഹരമായ കളറാണ്. കാരണം ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ വളരെ നല്ല കളറാണ്. അതുപോലെ എന്റെ ഗൂഗിളിൽ ഇപ്രാവശ്യം കളർ ചോയ്സസ് എല്ലാം വളരെ നല്ലതായിട്ടാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഫോൺ വളരെ ഡിഫറൻറ്റും വളരെ യുണീക്കുമായിട്ടുള്ള ഒരു ഫോണാണ് ഗൂഗിൾ ഇപ്രാവശ്യം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോണാണ്. ഡയറക്റ്റ് ഗൂഗിൾ മറ്റ് അവരുടെ ഓൺ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ടെൻസർ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദിസ് ഫോൺ ഇസ് വെരി ഗുഡ്. ഓവറോൾ വെരി നൈസ് ഫോൺ. ഇതിന്റെ ഇച്ചിരി വലിയ ഫോണാണ് നമ്മുടെ കയ്യിൽ. ബിഗ് ഫോൺ ലവേഴ്സിനെല്ലാം ഗൂഗിൾ ദിസ് ടൈം ഇറ്റ്സ് വെരി നൈസ്. ഗൂഗിൾ ഈസ് പ്രൊവൈഡിങ് എ ബിഗ് ഫോൺ. വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള പുതിയ ഹാർഡ്വെയർ, പുതിയ ക്യാമറ ഹാർഡ്വെയർസ്, അതുപോലെ വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ. ഗൂഗിൾ ഈസ് ടോട്ടലി ചേഞ്ച് ദ പിക്സൽസ് ഡിസൈൻ. സോ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 6 Proയെ കുറിച്ചുള്ള ഒരു ഹാർഡ്വെയർ ഡീറ്റെയിൽസ്.